മദ്രസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും. അപ്പോൾ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷനും ഓരോ സ്റ്റേജിൽ നമ്മൾ ലോകം കാണുക എന്ന് പറയില്ല, നമ്മളിങ്ങനെ ഓരോന്ന് കാണുകയോ അറിയുകയോ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒരു ബിഗ് ബോസ് താരമായ ഒരു മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇങ്ങനെ പറയാൻ, ഞാൻ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്, 6ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുണ്ട്. ആ മദ്രസയിൽ അന്ന് ഉസ്താദുമാരെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്കിപ്പോ വല്ലാത്ത അറുപ്പ് തോന്നുകയാണ്, വെറുപ്പ് തോന്നുകയാണ്, ദേഷ്യം തോന്നുകയാണ് എന്നിങ്ങനെ പറയാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, മദ്രസയിൽ അറുപ്പ് തോന്നാൻ പാകമില്ല എന്ത് കാര്യമാണ് നമ്മൾ പഠിച്ചത്? മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചത് മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ളതാണ്. മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ തത്വം. അതാണ് മദ്രസയിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാതാപിതാക്കൾ അവര് രണ്ടുപേരുമാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങള്. ഇതാണ് മദ്രസയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. നിന്റെ അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് എടാ വയറ് നിറച്ച് നീ ഭക്ഷണം കഴിക്കരുത് എന്നാ വല്ലാത്ത വർത്തമാനമാണ് മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കരുത്. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരാണ് അയൽവാസികള്. മദ്രസയിൽ നിന്നായത് നമ്മൾ പഠിച്ചത്. ആരാ അയൽവാസികള്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ വലതുഭാഗത്തും നിന്റെ ഇടതുഭാഗത്തും നിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും നിന്റെ വീടിന്റെ 4 ദിശയിലുള്ള 40 വീടുകൾ നിന്റെ അയൽവാസികളാണ് എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലത്ത് 160 വീടായി. 160 വീടായി. ഒരു ചെറിയ മഹല്ലത്ത് എന്ന് പറയുമ്പോ 160 വീടുകൾക്ക് താഴെയുള്ള മഹല്ലത്തുകള് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഒരു മഹല്ലത്തിൽ ഒരാള് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞാൽ എടാ നീ വയറ് നിറച്ച് ഭക്ഷിക്കരുത്. ആ പട്ടിണി കിടക്കുന്നവന്റെ മതം നോക്കാൻ മദ്രസയിൽ നിന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ ഇത് നോക്കണമെന്ന് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെയോ മനുഷ്യനാണോ നീ സഹായിക്കണം എന്നല്ല, ജീവനുള്ളതാണോ നീ അതിന് വെള്ളം കൊടുത്തോളണം. ഇങ്ങനെയാ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത്. എന്നാലോ ഇപ്പൊ വേദികളൊന്നും വല്ലാതെ കിട്ടാതാകുന്ന സമയത്ത് മതത്തെ കുറ്റം പറഞ്ഞാൽ വലിയ റേഞ്ച് കിട്ടുന്ന കാലാണ്. മതത്തെ കുറ്റം പറഞ്ഞാൽ വൈറലാകുന്ന കാലാണ്. അപ്പോ ഒന്ന് രംഗത്തേക്ക് വരാമെന്ന് കരുതിയിട്ട് ചില ആളുകള് അവരിങ്ങനെ വന്ന് പറയാൻ, 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച കാലത്ത് എനിക്ക് ഉസ്താദുമാര് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ വല്ലാത്ത അറുപ്പും വെറുപ്പും തോന്നുകയാണ്. നമ്മൾ 6ാം ക്ലാസ് വരെ മാത്രല്ല പഠിച്ചത്, അതിന്റെ മേലോട്ടൊക്കെ പഠിച്ചോലാണ്. എന്നാൽ അതിനുള്ള മുകളിലുള്ള ഒരു ക്ലാസ്സിലും അറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടില്ല. നിങ്ങളാരോ പഠിച്ചിട്ടുണ്ടോ മദ്രസയിൽ നിന്ന് വല്ല അറുപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കാര്യങ്ങള്? ഒരിക്കലും നമ്മളാരും അത് പഠിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഷോ ഓഫ് കാണിക്കണോ എന്ന് വിചാരിച്ചിട്ട് മീഡിയകൾക്ക് മുമ്പിൽ വന്ന് വല്ലതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ